ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഹോശാന പെരുന്നാളാണ്. സുറിയാനി സഭയിലെല്ലാം മക്കളെല്ലാം പ്രാർത്ഥനയോടെ കുരിശിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യദിനം ഹോശാന. വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കണമേ എന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യമാണ് അച്ഛൻ ഇന്ന് ഈ ഒരു ഡെയിലി ഡിവോഷനായിട്ട് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. ഇപ്രകാരം നമ്മൾ കാണുന്നു: ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, വലിയവനായ ദൈവത്തിൻ്റെ പദ്ധതി, പിതാവാൻ ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്തവണ്ണം പുത്രൻ തമ്പുരാൻ ഈ ലോകത്തിൻ്റെ വിമോചനത്തിനായി രക്ഷാകരമായ പദ്ധതിയുടെ ഭാഗമായി കാൽവറിയിലേക്കുള്ള ആ യാത്രയിൽ അതിന് മുന്നോടിയായി യെരുശലേം നഗരത്തിലേക്ക് പ്രവേശിക്കുന്നു. വല്ലാത്ത ആൾക്കൂട്ടം. കർത്താവിനെ സ്വീകരിക്കുവാൻ ആബാലവൃത്ത ജനങ്ങളും ഒരുമിച്ച് കൂടുന്നു. വഴിയിൽ വസ്ത്രം വിരിച്ചു കഴുതമേൽ വാഹനമേറിയ കർത്താവ് ജനമധ്യത്തിലൂടെ കടന്നു വരുമ്പോൾ കയ്യിൽ സൈത്തിൻ കൊമ്പുകളേന്തി ദാവീദ് പുത്രന് ഹോശാന എന്നവർ പാടി. ഹോശാന എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കണമേ എന്നാണ്. സേവ് നൗ, ഞങ്ങളിപ്പോൾ രക്ഷിക്കണമേ എന്നാണ്. ദൈവമക്കളെ, ഞങ്ങളിപ്പോൾ രക്ഷിക്കണമേ എന്ന് ആ മക്കൾ പറയുവാൻ ഒരു കാരണമുണ്ട്. അവരുടെ ദിനംതോറുമുള്ള ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രതിസന്ധികളും. അതിൽ ഒത്തിരി ഭാരത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു വിമോചകനെ കാത്തിരിക്കുന്ന കാലത്ത് ദാവീദ് പുത്രൻ്റെ വരവ് രാജാവായി അവർ സ്വീകരിക്കുകയാണ്. ഞങ്ങളെ രക്ഷിക്കണമേ ദാവീദ് പുത്ര, ഞങ്ങളെ രക്ഷിക്കണമേ. ഇതാണ് കർത്താവ് രക്ഷകനായല്ല അവർ കാണുന്നത്, രാജാവായിട്ടാണ് കാണുന്നത്. യേശുതമ്പുരാൻ കഴുതിയുടെ പുറത്തുനിന്നിറങ്ങി പിന്നീട് കാണുന്നത് യെരുശലേമിനെ നോക്കി കരയുകയാണ്. യെരുശലേമിനെ നോക്കി നിലവിളിക്കുന്ന കർത്താവ് പറയുന്ന സങ്കടകരമായൊരു വചനമാണിത്: ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു എന്നാണ്. ദൈവമക്കളെ, ഇവിടെ വളരെ ദുഃഖകരമായ ഒരു ദൃശ്യം നമ്മൾ കാണുന്നു. യേശു കരയുന്നു. അവൻ ശത്രുക്കൾക്കായിട്ടല്ല കരയുന്നത്, സ്വന്തം ജനങ്ങൾക്കായി, യെരുശലേമിനായി അവൻ കരയുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ സമാധാനത്തിനുള്ളത് അവർ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. അവർക്കെല്ലാം ഉണ്ടായിരുന്നു. പ്രവാചകന്മാരുണ്ടായിരുന്നു, ദൈവ ആരാധനയ്ക്കുള്ള ആലയമുണ്ടായിരുന്നു, ദൈവവചനത്തെ പ്രവചിക്കാനും പ്രസംഗിക്കാനും ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഇല്ലാത്തത് ഒന്നുണ്ടായിരുന്നു. എന്താണ്? ദൈവപുത്രൻ്റെ സാന്നിധ്യവും ദൈവിക സമാധാനത്തെയും അവർ തിരിച്ച് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഈ ഹോശാനയിൽ നമ്മൾ ഹോശാന ദാവീദ് പുത്ര ഹോശാന എന്നൊക്കെ പറയുകയും അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സമാധാനം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടെങ്കിലും തിരിച്ചറിയാതെ നമ്മൾ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അത് മറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇന്നും നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റങ്ങളൊന്നും വന്നിട്ടുണ്ടോ? നമ്മളും ഇതേ അവസ്ഥയിലല്ലേ? വചനമുണ്ട്, വിശുദ്ധ കുർബാനയുണ്ട്, 7 കൂദാശകളുണ്ട്, സഭയുടെ കൽപ്പനകളുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തു നമ്മിൽ ഇല്ല എന്നുള്ളതാണ്. യഥാർത്ഥമായ സമാധാനം യേശുതമ്പുരാനാണ്, ക്രിസ്തുവാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ളതാണ്. പിന്നീട് പറയുന്നു, ഇത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ശാരീരികമായ എല്ലാ കാഴ്ചകളും നമുക്കുണ്ട്. സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ് നമ്മെ ബാധിച്ചിരിക്കുന്നു. ആത്മീയമായ അന്ധത നമ്മെ ബാധിച്ചിരിക്കുന്നു. അഹങ്കാരം, പാപം, ലോകത്തോടുള്ള ആസക്തി, ദൈവത്തെ അവഗണിച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിത ശൈലിയും മാർഗങ്ങളും വഴികളും. ദൈവമക്കളെ, ഇവിടെ ഒരു തിരിച്ചറിവ് നല്ലതാണ്. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് കയ്യിൽ കുരുത്തോല പിടിച്ച് കുഞ്ഞു മക്കളോടും ജീവിത പങ്കാളിയോടും ചേർന്ന് നമ്മൾ
ഉറക്ക വിളിക്കുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, കരയുമ്പോൾ നിൻ്റെ സമാധാനത്തിനുള്ളത് നീ കണ്ടെത്തിയിട്ടുണ്ടോ? ഇപ്പോഴും യേശു തമ്പുരാൻ നിന്നെ നോക്കി കരയുകയാണോ? ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നമ്മുടെ സമാധാനം കർത്താവാണ്. സമാധാനത്തിന് ദൈവത്തെ, ദൈവപുത്രനെ ചേർത്ത് പിടിക്കാം ഈ ഹോശാനയിൽ. നമ്മുടെ ജീവിതത്തെ പുതുക്കത്തിൻ്റെ നടുവിലേക്ക് കൊണ്ടുപോകാം. ക്രിയേറ്റ് ഇൻ മീ എ ക്ലീൻ ഹാർട്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സർവശക്തനും കരുണാമയനുമായിരിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെന്ന വലിയ കൃപയ്ക്കായ സ്തോത്രം. കർത്താവേ, ഹോശാന, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന വേദനകളുടെ, അസ്വസ്ഥതയുടെ നടുവിലെല്ലാം നിന്നെ വിളിക്കുന്നു. ഞങ്ങളുടെ സമാധാനത്തിനുള്ളത് നീയാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിന്നെ ചേർത്ത് പിടിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.